ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റായ ദ ഫ്രെയിംസിലെ ഫസ്റ്റ് ചാപ്റ്ററായ പ്രൊജക്ട് ടൈഗർ ആണ്. അപ്പോൾ ഈ കഥ എഴുതിയിരിക്കുന്നത് സത്യജിത് റേ എന്ന ഒരു ഫേമസ് ഫിലിം മേക്കറാണ്. അദ്ദേഹം ഒരു ഫിക്ഷൻ റൈറ്ററും പബ്ലിഷറും മ്യൂസിക് കമ്പോസറും ഫിലിം ക്രിട്ടിക്കൊക്കെയാണ്. അദ്ദേഹം കുറേ നോവൽസും ഷോർട്ട് സ്റ്റോറിക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. No one can beat Hollywood when it comes to making films with animals in them. അതായത് ആനിമൽസിനെ വെച്ചിട്ടുള്ള മൂവി എടുക്കുന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഹോളിവുഡിനെ എന്താ പറയുക കടക്കാനാവില്ല. ആർക്കും തന്നെ അവരെ കടന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് ആനിമൽസിനെ വെച്ചിട്ടുള്ള മൂവീസ് ഹോളിവുഡിലുണ്ട്. I remember films in my childhood and there were quite few of them. അതായത് എൻ്റെ ചെറുപ്പകാലത്തുള്ള കുറച്ച് ആനിമൽസിനെ വെച്ചിട്ടുള്ള മൂവീസ് എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ചുണ്ടത്. ദാറ്റ് ഹാഡ് ആൻ അൽസാറ്റിയൻ കോൾഡ് റിൻ ടിൻ ടിൻ. അതായത് ദാറ്റ് ഹാസ് ആൻ അൽസാറ്റിയൻ, അതിലൊരു അൽസാറ്റിയൻ ഡോഗ് ഉണ്ട്. അൽസാറ്റിയൻ മീൻസ് ഒരു ജർമ്മൻ ഷെപ്പേർഡ് പോലത്തെ ഡോഗാണ്. ഈ CID മൂസയിലൊക്കെയുള്ള അർജുനായിട്ട് അഭിനയിച്ച ഡോഗ് ഉണ്ടല്ലോ, അതിനെ അൽസാറ്റിയൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേര് റിൻ ടിൻ ടിൻ ആണ്. ഈ ഡോഗിനെ ഓർമ്മയുണ്ട്. ദിസ് ഡോഗ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദൻ എ ഹ്യൂമൻസ്. ഈ നായയുടെ അഭിനയം മനുഷ്യനേക്കാൾ ബെറ്റർ ആയിരുന്നു, നല്ലതായിരുന്നു, ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. ആരുടേത്? ഈ ഡോഗിൻ്റേത്. ലേറ്റർ വി ഗോട്ട് ടു സീ three or four other films with കോളി കോൾഡ് ലാസി. പിന്നെ നമ്മൾ എന്താക്കി, ഒരു 3-4 പടം കണ്ടു. എന്തിനെ കൊണ്ട്? ഒരു കോളി എന്ന് പറയുന്ന കോളി ഇനത്തിൽപ്പെട്ട ലാസി എന്ന പേരുള്ള നായയുടെ. ഈ കോളി എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ വല്ലാണ്ട് ഹെയറുള്ള ഒരു ഡോഗാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോഗാണ്. ആ ഡോഗിനെ വെച്ച് 2-3 ഫിലിമും കണ്ടിട്ടുണ്ട്. It is seemed that the director could make Lassie do just about anything. അതായത് ഡയറക്ടർ ലെസ്സിയെ വെച്ച് ലെസ്സിനെ കൊണ്ട് എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയായിരുന്നു. These trained dogs were famous stars in their own rights and the money they earned was no less than the real film star got. അതായത് ഈ ട്രെയിനഡ് ഡോഗ്സ് വളരെ ഫേമസ് ആയിരുന്നു. പിന്നെ എന്താ പറയാൻ, അവർ ഉണ്ടാക്കിയ പൈസ ഒരു റിയൽ ഫിലിം സ്റ്റാറിനെയും കാട്ടിയും കൂടുതൽ പൈസ ഈ ട്രെയിനഡ് ഡോഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. Their owners could easily make as much as 100,000 rupees from just one film. അതായത് ഒരു ഫിലിമിൽ തന്നെ അതിൻ്റെ ഓണേഴ്സിന് നല്ലപോലെ പൈസ കിട്ടിയിട്ടുണ്ട്. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Film Studio in the Hollywood. Okay, I realized how reverently എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്ഫുള്ളി എന്നാണ് ഈ ആനിമൽസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത് എന്ന് കണ്ടിട്ട് ഈ സത്യജിത് റേ ഞെട്ടിപ്പോയിരുന്നു. അവർ ഡിസ്നി സ്റ്റുഡിയോയിൽ ഷൂട്ടിങ് കാണാൻ 20 വർഷം മുന്നേ പോയപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. എത്ര നല്ല പോലെയാണ് ഈ ഡോഗ്സിനൊക്കെ അവർ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ആ ഫിലിമിലെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ ഡോഗാണ്. I reached the studio to find that the shooting had not yet started. അതായത് അദ്ദേഹം സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഷൂട്ടിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, the cameraman was getting the lights ready. Cameraman ലൈറ്റ്സ് റെഡിയാക്കിയാണ്. It is customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or they will stand. The cameraman അതന്നെ ക്യാമറമാനെ അവർ കാണിക്കും. അവിടെ നിർബന്ധമായ നടന്മാരുണ്ടാവും. ഇവരെങ്ങനെയാണ് ലൈറ്റ് റെഡിയായി കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് നടക്കുന്നതെന്നും മറ്റും അഭിനയിക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറമാന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നായകന്മാർ അവിടെ ഉണ്ടാവും. In the case of very famous stars, this job is done by their stand-ins. അതായത് എല്ലാ ഫേമസ് സ്റ്റാർസൊക്കെ ഇങ്ങനെ പോയി നിൽക്കില്ല. ഈ അമിതാഭ് ബച്ചനൊന്നും അങ്ങനെ പോയി നിൽക്കില്ല. അവരുടെ അമിതാഭ് ബച്ചൻ ഞാൻ വെറുതെ പറഞ്ഞതാണ്.
അപ്പോൾ ഈ വലിയ വലിയ സ്റ്റാർസൊന്നും അങ്ങനെ പോയി നിന്ന് നടക്കുന്നതും ഇരിക്കുന്നതും കാണിക്കൂല. അവരുടെ ഒരു സ്റ്റാൻഡിന് ഉണ്ടാവും. അതായത് അവർ അതേ ശരീരപ്രകൃതമൊക്കെ ഉള്ള അവരെ പോലെയുള്ള ഒരാളുണ്ടാവും. അദ്ദേഹമാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ. A stand-in is usually a person who is physically similar to the real star. അപ്പോൾ ഈ സ്റ്റാൻഡിൻ എന്ന് വെച്ചാൽ ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ ആണ്. അതായത് എന്താ പറയുക, ഫിസിക്കലിയും ഒക്കെ ഈ ഫിലിം സ്റ്റാറുമായിട്ട് സാമ്യം തോന്നുന്ന ആൾക്കാരെയാണ് ഈ സ്റ്റാൻഡിൻ എന്ന് പറയുക. The stars themselves arrive only when the lights are ready and it is time to make a shot. അപ്പോൾ ഈ സ്റ്റാർസ് വലിയ വലിയ ഫിലിം സ്റ്റാറൊക്കെ എന്താ പറയുക, ലൈറ്റ്സൊക്കെ റെഡി ആയിട്ട് അവരുടെ ഷോട്ട് റെഡി ആയാലേ വരും. Okay. Here in Disney studio, I noticed that a few actors were moving about in the set, and on one side standing quietly the protagonist, the same large dog. അതായത് എന്താ പറയുക, ചില ഈ ഡിസ്നി സ്റ്റുഡിയോയിൽ അവരെന്ത് കണ്ടു, കുറച്ച് ആക്ടേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഒരു സൈഡിൽ അവിടെ മിണ്ടാതെ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ വാസ് ദ പ്രൊട്ടോഗണിസ്റ്റ് എന്ന് വെച്ചാൽ ഈ മെയിൻ ക്യാരക്ടറായ ഡോഗ് അവിടെ നിൽക്കുന്നുണ്ട്. ആ സെയിം ലാർജ് ഡോഗ് അവിടെ നിൽക്കുന്നുണ്ട്. ദ ക്യാമറമാൻ ഷൗട്ടഡ് ടു എവരിവൺ ടു ടേക്ക് ദെയർ ഓപ്പോസിഷൻ, ബട്ട് ദ ഡോഗ് റിമൈനഡ് വേർ ഇറ്റ് വാസ്. അപ്പോൾ ക്യാമറമാന് ഷോട്ട് റെഡി ആയപ്പോൾ ഇങ്ങനെ എല്ലാവരോടും ഒച്ചപ്പാടുണ്ടാക്കിയാണ് അവരവരുടെ പൊസിഷനിൽ നിൽക്കുന്നു പറഞ്ഞിട്ട്, പക്ഷെ നായ മാത്രം അത് ഉള്ള സ്ഥലത്ത് തന്നെ നിന്നു. ദിസ് പസിൽഡ് മീ. വുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ നെക്സ്റ്റ് ഷോട്ട്? ചിലപ്പോൾ എന്താ അടുത്ത ഷോട്ടിൽ നായ ഇല്ലേ, അതുകൊണ്ടാണോ അതിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതെന്ന് ഈ സത്യജിത് റേ ആലോചിച്ചു. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. അപ്പോൾ ഞാനിത് ചോദിക്കാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് നോക്കാം. ഫ്രം നൗവെയർ അപ്പിയർഡ് എ ലിറ്റിൽ ഡ്വാഫ്. പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ ഒരു ലിറ്റിൽ ഡ്വാഫ്, അതായത് ഒരു ചെറിയ മനുഷ്യൻ. ഈ എന്താ പറയുക, ഡ്വാഫ് ഉണ്ടാവില്ലോ, ഡ്വാഫ് എന്താണെന്നറിയാലോ, ഈ കുഞ്ഞു കുഞ്ഞു മനുഷ്യന്മാരുണ്ടാവില്ല, അങ്ങനെ ഒരാൾ വന്നു. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. ഫോളോഡ് ബൈ, അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ ഒരു ഹെയറി ഡോഗ് സ്കിന്നും കൊണ്ട്, അതായത് ഒരു ഡോഗിൻ്റെ സ്കിന്നും കൊണ്ട് ഒരാൾ വരുന്നുണ്ട്. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, അതായത് എന്നെ പെർഫെക്റ്റായിട്ട് ഞെട്ടിച്ചു കൊണ്ട് ആ എന്താ പറയുക ഡ്വാഫ് 4 കാലിൽ നിന്നു. എവിടെ? ഈ നായ നിൽക്കാൻ വേണ്ടി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഈ ഡ്വാഫ് നിന്നു. എന്നിട്ട് ജസ്റ്റ് ലൈക്ക് ആനിമൽ സ്കിൻ, ആനിമൽ അതായത് ശരിക്കും ഒരു നായ നിൽക്കുന്ന പോലെ ആ ഡ്വാഫ് നിന്നു. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രാപ്ഡ് ഓവർ ഹിം. ആ ഡോഗ് സ്കിന്നിനെ അയാളുടെ മേത്തിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അയാളിങ്ങനെ നായയെപ്പോലെ നിന്നു, അദ്ദേഹത്തിൻ്റെ മേത്ത് പിന്നാലെ വന്ന അയാൾ ആ നായയുടെ സ്കിന്ന് വിട്ടുകൊടുത്തു. ദെൻ ഹീ ക്രോൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ, അതായത് അദ്ദേഹം ഈ മാർക്കിൽ നിന്ന് അടുത്ത മാർക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആൻഡ് ദ ക്യാമറ മാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. എന്താ പറയുക, ക്യാമറാമാന് ലൈറ്റ്സൊക്കെ ഇങ്ങനെ ശരിയാക്കുന്ന തിരക്കിലാണ്. ഇറ്റ് ഫൈനലി ഡൗൺഡ് അപ്പോൺ മീ ദാറ്റ് ദിസ് ഡോഗ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡ്. അതായത് ഈ ഡ്വാഫാണ് ഡോഗിൻ്റെ സ്റ്റാൻഡിനായിട്ടുള്ളത്. അതായത് ലൈറ്റ് ശരിയാക്കുമ്പോൾ ഒരു സ്റ്റാൻഡിന് വരുമല്ലോ സ്റ്റാർസിന്, അപ്പോൾ ഈ ഡ്വാർഫാണ് എന്ത്, ഡോഗിൻ്റെ സ്റ്റാൻഡിനായിട്ടുള്ളത്. എവറി ആനിമൽ ഇൻ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. അതായത് ഹോളിവുഡിലെ എല്ലാ ആനിമൽസും വളരെ എന്താ പറയുക, ട്രെയിനഡ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു നായയോ കുതിരയോ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിനഡ് റാവൻസ്? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രെയിനഡ് റാവൻസ്? റാവൻസ് എന്ന് പറഞ്ഞാൽ ഈ കാട്ടുകാക്ക എന്നൊക്കെ പറയില്ല, കാട്ടിലുള്ള കാക്ക, അതാണ് റാവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോട്ട് ജസ്റ്റ് 1 or 2, 1, 2 അല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം. ഒരു 100 കണക്കിന് റാവൻസിനെ ട്രെയിൻ ചെയ്തതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതുപോലും ഹോളിവുഡിൽ സാധ്യമാണ്, അതായത് സംഭവിക്കും. ഇതൊക്കെ ഒരു എന്താ പറയുക, അവർക്കൊരു പുത്തരിയല്ല, ഇതൊക്കെ അവർക്ക് സിമ്പിളാണ്. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, എന്താ പറയുക, ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. അതായത് ഹോളിവുഡിലെ തന്നെ ഫേമസ് എന്താ പറയുക ഫിലിം മേക്കറും ക്രിയേറ്ററുമായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഭയങ്കര സസ്പെൻസ് ഫിലിമൊക്കെ എടുക്കുന്ന ആളാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്നാണ് പേര്. അദ്ദേഹം എന്താ പറയുക ഒരു ഫിലിം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബേർഡ്സ് എന്ന പേരുള്ള ഒരു ഫിലിം ഉണ്ടാക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്.
ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിങ് ഹ്യൂമൻസ്. അപ്പോൾ ആ കഥയിൽ എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ പക്ഷികളും മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഓക്കെ, അതാണ് കഥയായിട്ട് വരുന്നത്. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ് ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജ് നമ്പർ ഓഫ് വാസ് റാവൻസ്. അപ്പോൾ ഹിച്ച്കോക്കിന് കുറേ വെറൈറ്റി ഓഫ് ബേർഡ്സിനെ വേണം, പക്ഷെ കൂടുതൽ ആവശ്യമുള്ളത് ലാർജ് നമ്പർ ഓഫ് റാവൻസ് ആണ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായത്. നോട്ടീസസ് വിയർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ്സസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്കിങ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. അപ്പോൾ എന്താ പറയുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള എല്ലാ സ്ഥലത്തും ഈ നോട്ടീസ് പോയി തുടങ്ങി. ആൾക്കാരുടെ അടുത്ത് എന്ത് ചോദിച്ചിട്ട്, ട്രെയിൻ ചെയ്ത റാവൻസിനെ ചോദിച്ചിട്ട് എന്താ പറയാൻ ഈ നോട്ടീസ് പോയി. അങ്ങനെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫിൽം മേക്കറുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് നോട്ടീസ് പോയി. ഓക്കെ, അപ്പോൾ someone replied within a few days. He was asked to bring birds and he arrived with almost 100 trained ravens. അപ്പോൾ ആരോ ഒരാൾ കുറച്ച് ദിവസത്തിനകം റിപ്ലൈ ചെയ്തു, he was asked to bring his birds. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ബന്ധപ്പെട്ടു. ഓക്കെ, എൻ്റെ അടുത്ത് ഇങ്ങനെ കാക്കയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ എന്താ പറയാൻ, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഓക്കെ നിങ്ങളെന്നാ പക്ഷിയുമായി വാ എന്ന് പറഞ്ഞു. ആൻഡ് ഹീ അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 റാവൻസ്. അപ്പോൾ എന്താ പറയുക, ട്രെയിൻ ചെയ്ത പക്ഷി ഉണ്ടെങ്കിൽ അതും കൊണ്ട് വാ എന്ന് പറഞ്ഞാൽ 1-2 പക്ഷിയും കൊണ്ടൊന്നല്ല അദ്ദേഹം പോയത്, 100 കണക്കിന് ഈ റാവൻസുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അഡ്മിറ്റ്ലി ദെയർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അപ്പോൾ സമ്മതിക്കാലോ, അവരുടെ ട്രെയിനിങ് അത്ര മോശമൊന്നുമില്ലായിരുന്നു, നല്ല ട്രെയിനിങ് ആയിരുന്നു. That is to say, they could not do anything that might seem as extraordinary. അപ്പോൾ തന്നെ ഒന്നും എന്താ പറയുക, അവർക്കൊന്നും എന്താ പറയുക, വിചാരിച്ച എന്തും നടക്കുന്നുള്ള അവസ്ഥയിലായിരുന്നു. ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 ravens are told to perch quietly in a row on a specified spot, if they obey this command instantly, isn't that pretty impressive? അപ്പം കുറച്ച് റാവൻസിനോട് ഒരുമിച്ച് ഇങ്ങനെ പറക്കാൻ പറഞ്ഞു. ഓക്കെ, പേർച്ച് ക്വിറ്റ്ലി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒരു റോ പോലെ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ ഒരുമിച്ചിരുന്നാൽ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. Needless to say, in our own country, it is not at all easy to find trained animals. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഈ ട്രെയിനഡ് ആനിമൽസിനൊക്കെ കണ്ടുപിടിക്കാൻ വളരെ കഷ്ടപ്പാടാണ്. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. അപ്പോൾ പക്ഷെങ്കിലും എന്നാലും എന്താ പറയുക കുറച്ച് ഫിലിംസൊക്കെ ബോംബെയിലും മദ്രാസിലൊക്കെ ഈ ആനനെയും ഹോസസിനെയും വെച്ച് ടൈഗേഴ്സിനൊക്കെ വെച്ച് എടുത്തിട്ടുണ്ടെങ്കിലും വളരെ കഷ്ടപ്പാടാണ് ട്രെയിനഡ് ആനിമൽസിനെ കാണാൻ. Their performance did suggest that they were used to obeying commands. അപ്പോൾ അവരുടെ എന്താ പറയുക, അഭിനയം കണ്ടാൽ തന്നെ പറയാം ഈ അവരിങ്ങനെ ഒരാൾ ഒരു കാര്യം കമാൻഡ് ചെയ്താൽ അത് അനുസരിക്കുന്ന രീതിയിലാണ് അവരുടെ അഭിനയമൊക്കെ. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. പക്ഷെ ബംഗാളിൽ കുറച്ച് എന്താ പറയുക ക്ലവറായിട്ടുള്ള ഡോഗ്സിനെ കാണാൻ പറ്റും. പക്ഷെങ്കിൽ അത് പോലീസ് ഡോഗ്സ് ആയിരിക്കും. അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് ഡോഗ്സിനെ ആയിരിക്കും അങ്ങനെ കാണാൻ പറ്റും. If one is prepared to be patient, it is not altogether impossible to get good performance out of them, as we managed to do with Bulo in Pather Panjali. എന്താ പറയുക, ഒന്നിങ്ങനെ അടങ്ങിയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ഷോട്ടും നല്ലപോലെ കിട്ടണം എന്നില്ല. ഈ അവരുടെ ഒരു ഫിലിമായ പാത്തർ പഞ്ചാലിയിലെ ബൂലോ എന്നൊരു ഡോഗ് എന്താ പറയുക അത്ര നല്ല എന്താ പറയുക പെർഫോമൻസ് അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അവരെന്താ പറയുക ഭയങ്കര മാനേജ് ചെയ്തിട്ടാണ് ഈ ബൂലോനെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടാവുക, അതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. Yet a dog might be difficult, not possible to handle. What was one supposed to do if there was need for a tiger in film? അപ്പോൾ ഈ ഡോഗിന് ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, എന്നാലും കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് എ നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. അപ്പോൾ ഒരു സിംഹമല്ല, ഒരു പുലിയെ നമുക്ക് ഒരു ഫിലിമിൽ അഭിനയിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടാവും എന്നാണ് ഈ സത്യജിത് റേ ചോദിക്കുന്നത്. ഓക്കെ,
വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. പക്ഷേ ഞങ്ങൾക്ക് ആ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ട വന്നു. വെൻ വി വിയർ ഷൂട്ടിംഗ് ഗൂബി ഗൈനെ ബാഗാബൈനെ, അവർ സത്യജിത് റേയുടെ ഫിലിമായ ഗൂബി ഗൈനെ ബാഗാബൈനെ എന്ന പടം ഷൂട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഇൻ ദ ഫിലിം ഗൂബി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാൻഡസ് ഇൻ ദ ഫോറസ്റ്റ്. അതായത് എന്താ പറയുക, രാജാവ് എന്താ പറയുക, നാടുവിടാൻ ഉത്തരവിട്ട ഒരു ഗൂബി എന്ന് പറയുന്ന ഒരാൾ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മീൻസ് ബാഗ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അപ്പോൾ ബാഗ എന്ന് പറയുന്ന ഒരാളെ കാട്ടിൽ വെച്ച് കാണും. ആര്? ഈ ഗൂബി. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവരൊരു ടൈഗറിനെ കണ്ട് ഫ്രീസ് ആവും. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്ക് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. അപ്പോൾ എന്താ പറയുക, ഗൂബിയും ബാഗയും ഇങ്ങനെ കണ്ടുമുട്ടുന്നു. അവർ പോകുമ്പോൾ അവരൊരു ടൈഗറിനെ കാണുന്നു. പക്ഷെ ടൈഗർ അവരെ മൈൻഡ് ചെയ്യാണ്ട് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടക്കുന്നു. ഇതായിരുന്നു ഷോട്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.